അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് റെസിപ്പിയാണ്. അതിന് പുഡിംഗ് എന്നും പറയാം. നമുക്ക് തണുപ്പിച്ചും കഴിക്കാം, ചൂടോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കത് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാലും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് കൊടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തേക്ക് ഞാൻ 2 ചിങ്ങമ്പഴം നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം. ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കണം. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ടയുടെ എൻ്റെ ഉണ്ണി മാത്രം, എഗ് യോക്ക് മാത്രം 2 എണ്ണം. 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് ഷുഗർ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പഴവും എഗ് യോക്കും വാനില എസൻസും പഞ്ചസാര ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതാണ് ഗോതമ്പ് പൊടി, ഒന്ന് മിക്സ് ചെയ്യുക. രണ്ട് ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ലിറ്റർ പാല്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഞ്ചസാര എടുത്ത ആ കപ്പ്, ഏത് കപ്പാണോ അതിന് 4 കപ്പ് പാല്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം തീ കത്തിക്കാനായിട്ട്. ഞാനെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടാണ് അടുപ്പ് കത്തിച്ചത്. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒന്ന് കുറുകുന്ന പരുവം വരെ ആവണം. ഇതിനകത്തേക്ക് ഒരു ഡാർക്ക് ചോക്ലേറ്റ് മെൽട്ടായിക്കോളും. ഇതിനകത്തേക്ക് തിക്ക് ക്രീം, ഫ്രഷ് ക്രീം, ഇത് ഒരു 250 ml.
അത് ഞാനിപ്പോൾ ഒഴിച്ചത് 200 ഗ്രാമിൻ്റെയാണ്. ഒരു 50 ml കൂടി. നന്നായിട്ടൊന്ന് ഞാനിത് റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂട് കുറയാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഞാനിത് സെർവ് ചെയ്യാണ്. ഞാനിത് ഈ ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്യാണ്. ഇതേപോലത്തെ ഒരു ഞാനത് ഇതുപോലത്തെ ഒരു തവി എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് സെർവ് ചെയ്യണം. ഇതിനകത്തേക്ക് നേരത്തെ പഴം അതിൻ്റെ അകത്ത് ഒരെണ്ണം എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇന്നത്തേക്ക് അങ്ങനെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് ചൂടോടെയും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.